പ്രിയപ്പെട്ടവരെ, ജംഷീറാണ്. ഒരു സന്തോഷ വാർത്ത പങ്കുവെക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ ഫേസ്ബുക്കിന്റെ കണ്ടന്റ് മോണിറ്റേഷൻ ഓൺ ആയിട്ടുണ്ട്. ഡോളർ വന്നു തുടങ്ങി. ഏപ്രിൽ 1 മുതലാണ് ഇത് ഓണാക്കി തന്നത്. ഫേസ്ബുക്ക് കമ്പനി ഓണാക്കി തന്നത്. ഏകദേശം 13 ദിവസത്തോളമായിട്ട് $47 ഫേസ്ബുക്കിൽ ഏണിംഗ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് പറയാനുള്ളത് നിങ്ങളോടാണ്. നമ്മൾ ഒരു ദിവസം 1-2 മണിക്കൂർ അല്ലാന്നുണ്ടെങ്കിൽ ഫ്രീ ടൈമിലൊക്കെ ഫേസ്ബുക്കിൽ ആക്റ്റീവായി ഇരിക്കുന്ന സമയത്ത് നമ്മളാൽ കഴിയുന്ന വീഡിയോ, നല്ല ക്ലാരിറ്റി വീഡിയോസ് അല്ലാന്നുണ്ടെങ്കിൽ നല്ല കണ്ടന്റ് വീഡിയോസ് എന്തെങ്കിലും ആഡ് ചെയ്ത് ഫേസ്ബുക്കിൽ ഇടാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഇത് എല്ലാവർക്കും സാധിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. മുമ്പൊക്കെ 2019 കൊറോണ വന്നപ്പോൾ നമ്മളൊക്കെ ചിന്തിച്ചിരുന്നു, കൊറോണ ചൈനയിലല്ലേ, അത് നമ്മളെ കേരളത്തിലോ മലപ്പുറത്തൊന്നും എത്തൂല എന്ന് വിചാരിച്ചിരുന്നു. അതേപോലെ ഞാനും ചിന്തിച്ചിരുന്നു, ഫേസ്ബുക്കിൽ ഒരുപാട് ആൾക്കാർ ഏൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതൊക്കെ അവർക്കേ സാധിക്കുള്ളൂ, നമുക്ക് സാധിക്കൂല എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ ഡെയിലി ഓരോ പോസ്റ്റ് ചെയ്യുകയും ഫോട്ടോസ് ആയിട്ടോ വീഡിയോസ് ആയിട്ടോ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഫേസ്ബുക്കിൽ എല്ലാ ദിവസവും ആക്റ്റീവ് ആയതിന്റെ പേരിലായിരിക്കാം. അതുമാത്രമല്ല, നമ്മൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾ കണ്ടതിന്റെ പേരിലും കൂടിയാണ് കണ്ടന്റ് മോണിറ്റേഷൻ ഫേസ്ബുക്ക് നമുക്ക് ഓപ്പൺ ആക്കി തന്നത്. തുടക്കത്തിൽ ഒരുപാട് ആൾക്കാർ നമ്മളെ നിരുത്സാഹപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കും. ചിലപ്പോൾ അങ്ങാടിയിലേക്കൊക്കെ ഇറക്കി കഴിഞ്ഞാൽ നമ്മളെ സുഹൃത്തുക്കൾ തന്നെ നമ്മളോട് പറയും, ഫേസ്ബുക്ക് തുറക്കാൻ വയ്യ, എന്നെ കൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ്, ഫേസ്ബുക്ക് തുറന്നാൽ നിന്റെ മുഖമാണ് കാണുന്നത് എന്നൊക്കെ. അതൊന്നും വിഷയമുള്ള കാര്യേ അല്ല. അതൊന്നും മെയിൻറ്റെയിൻ ചെയ്യാതെ ഡെയിലി ഫേസ്ബുക്കിൽ ആക്റ്റീവ് ആവാൻ വേണ്ടി ശ്രമിക്കുക. ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വരുന്നത് സമ്പാദ്യമാണ്, വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ഫേസ്ബുക്ക് നല്ലൊരു ജീവിതമാർഗം കൂടിയാണ്. ഒരു എന്റർടൈൻമെന്റ് മാത്രമല്ല, നമ്മൾ ആക്റ്റീവായി നല്ല വീഡിയോസ് ഇടുകയാണെന്നുണ്ടെങ്കിൽ വ്യൂസ് കയറുന്നതിനനുസരിച്ച് നമ്മുടെ ഏണിങ് കൂടുകയും അതിൽ നിന്ന് തന്നെ നല്ലൊരു വരുമാനം നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയും ചെയ്യും. ഏകദേശം അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. അപ്പോൾ ഫേസ്ബുക്കിൽ വെറുതെ ഇരുന്ന് കളിക്കുന്നവരൊക്കെ ആക്റ്റീവ് ആവാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഇനി കണ്ടന്റ് മോണിറ്റേഷൻ ഓൺ ആവാൻ എന്താണ് ചെയ്യേണ്ടത്, ഓൺ ആയി കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്, ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നമുക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി, റീപ്ലൈ ചെയ്യുന്നതാണ് കേട്ടോ. നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഫേസ്ബുക്കിൽ സ്ഥിരമായിട്ട് ആക്റ്റീവായി ഇരിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ.